ഹലോ, ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണ്. എൻ്റെ ഇന്നലത്തെ ഞാൻ കഴിച്ച ഫുഡ്. അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ, സ്നാക്സ്, ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും കഴിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാനെല്ലാം ഉൾക്കൊണ്ടിച്ചിട്ടുള്ള ഒരു വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണ്. അപ്പോൾ ഏറ്റവും ആദ്യം ഇന്നലെ കുടിച്ചത് ഒരു ഗ്ലാസ് ചായയാണ്. ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഒപ്പം തന്നെയായിരുന്നു ചായ. ഒരു ഗ്ലാസ് ചായ ഒഴിച്ചു. അതിന് ശേഷം ഇതാ പത്തിരി. ഇത് അമ്മച്ചി, ഇത് കടയിൽ നിന്ന് വാങ്ങിച്ച റെഡിമെയ്ഡ് പത്തിരിയൊന്നുമല്ല, എൻ്റെ അമ്മച്ചി ഉണ്ടാക്കിയ നല്ല അടിപൊളിയായിട്ടുള്ള നൈസ് പത്തിരിയാണ്. അപ്പോൾ അമ്മച്ചിയുടെ അടുത്ത് വന്നതിന് ശേഷം ഞാൻ എടുക്കുന്ന ആദ്യത്തെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ ആണ്. എല്ലാം മോം സ്പെഷ്യലാണ്. കിച്ചണിൽ കയറിയിട്ടേ ഇല്ല. എല്ലാം കഴിക്കലും മാത്രമേ ഉള്ളൂ, കഴിക്കൽ പരിപാടി മാത്രമേ ഉള്ളൂ ഇനി കുറച്ച് ഡേയ്സ്. അപ്പോൾ ഇതാ നല്ല അടിപൊളി 3 പത്തിരി എടുത്തിട്ടുണ്ട്. പിന്നെ ചിക്കൻ കറി, അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ, പിന്നെ ഒരു ഗ്ലാസ് ചായ. അപ്പോൾ ഈ പത്തിരി എന്ന് പറയുമ്പോഴത്തേനും നമ്മൾ ദുബായിൽ വാങ്ങിക്കുന്നത് പാക്കറ്റ് പത്തിരി എന്ന് പറയുന്നത് വളരെ തിന്നായിട്ടുള്ള നൈസ് പത്തിരിയാണല്ലോ. പക്ഷേ ഇതെന്ന് പറയുന്നത് അമ്മച്ചി വീട്ടിൽ തന്നെ ഉണ്ടാക്കിയത് കൊണ്ട് തന്നെ നൈസ് പത്തിരി എന്ന് പേരാണ്. അത്ര തിന്നല്ല, കുറച്ചും കൂടെ നമ്മുടെ നൈസ് പത്തിരിയുടെ ഒരു 2 പത്തിരി കൂടുന്ന ഒരു തിക്നെസ് ഈ പത്തിരിക്കുണ്ട്. അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള സൂപ്പർ ചിക്കൻ കറിയും, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ തേങ്ങാപ്പാൽ. ഞാൻ അവിടെ ചെയ്യുന്നത് പോലെ തന്നെ കറിവേപ്പിലയും അതുപോലെ തന്നെ ഉള്ളിയിലൊക്കെ ഇട്ട് താളിച്ച നല്ല അടിപൊളി തേങ്ങാപ്പാലും ഒക്കെ ചേർത്തിട്ട് നല്ല ടേസ്റ്റി ആയിട്ട് കഴിക്കുകയാണ്. അപ്പം വളരെ ടേസ്റ്റി ആയിട്ട് ചെറിയ ലൈറ്റ് സ്പൈസി ഒക്കെ ആയിട്ടുള്ള അടിപൊളി ചിക്കൻ കറി, അതിൻ്റെ കൂടെ നല്ല ചൂട് ചായ ഊതി കുടിക്കാനായിട്ട് നല്ല സുഖമുണ്ടായിരുന്നു. പിന്നെ തേങ്ങാപ്പാൽ ഒഴിച്ച് കുതിർന്നിരുന്നത് കൊണ്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു. നമ്മുടെ വായിലിടുമ്പോഴത്തേനും ഇറങ്ങി പോകുന്നുണ്ടായിരുന്നു. ഭയങ്കര ടേസ്റ്റി ആയിട്ട്. പിന്നെ അമ്മച്ചി ഫസ്റ്റ് ഡേയിൽ തന്നെ പത്തിരി ഉണ്ടാക്കാൻ കാര്യം സാറാടെയും എൻ്റെയും ഫേവറേറ്റാണ്. പിന്നെ അതിന് ശേഷം നമ്മളിതാ പത്തിരി ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേനും എന്തെങ്കിലും സ്നാക്സ് എന്തെങ്കിലും കഴിക്കാൻ തോന്നി. ഇതും അമ്മച്ചി ഹോം മെയ്ഡാണ്. എൻ്റെ അമ്മച്ചിയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ എല്ലാം ഉണ്ടാക്കും. നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം പാക്കറ്റ്സ് ഐറ്റംസ് വളരെ കുറവാണ്. എല്ലാം നമുക്ക് കഴിക്കാനുള്ള ഐറ്റംസ് എല്ലാം വീട്ടിൽ തന്നെ പ്രിപ്പയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ അമ്മച്ചി കേക്ക്, ഞങ്ങൾ വരുന്നത് കൊണ്ട് തന്നെ സ്പോഞ്ച് കേക്ക്, കാഷ്യൂനട്ടും അതുപോലെ തന്നെ കാഷ്യൂനട്ടൊക്കെ ഇട്ടിട്ട് വാനില സ്പോഞ്ച് കേക്ക് അമ്മച്ചി റെഡിയാക്കി വെച്ചിരുന്നു. പിന്നെ ഇതെന്ന് പറയുന്നത് ഞാൻ വെറുതെ ഒന്ന് കിച്ചണിലേക്ക് പോയപ്പോഴത്തേനും നമ്മുടെ ലഞ്ച് സ്പെഷ്യലാണ്. അപ്പോൾ ഇന്നത്തെ ലഞ്ചിന് വേണ്ടിയിട്ട് പൊരിക്കുന്നതാണ് ചിക്കൻ ഫ്രൈ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ വെറുതെ ഒന്ന് അതുവഴി പോയപ്പോഴത്തേനും നമ്മുടെ അടിപൊളി ടേസ്റ്റി ചിക്കൻ ഫ്രൈ റെഡിയാകുന്നത് കണ്ടു. അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുക്കുന്നതാണ്. അപ്പോൾ എൻ്റെ ഷോർട്സ് കാണുന്നവർക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് ഈ ഫുഡ് ഐറ്റംസ് എല്ലാം കടന്നു പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്നാണ് ലോങ് വീഡിയോ ചെയ്യുന്നത്. അതിനുശേഷം ഇതാ ഉച്ചയ്ക്ക് കിച്ചണിൽ നോക്കിയപ്പോൾ നല്ല അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ. അപ്പോൾ വളരെ ക്രഞ്ചി ആയിട്ട് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപൊളി കണ്ണിമാങ്ങ അച്ചാർ, മൗത്ത് വാട്ടറിങ് ആയിട്ടുള്ള സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള അച്ചാറായിരുന്നു. അപ്പോൾ അതും എടുത്ത് ഇപ്പോൾ ഒരെണ്ണം കഴിച്ചു. ഇനി ചോറിന് വേറെ കഴിക്കുന്നുണ്ട്. എങ്കിലും അത് കണ്ടപ്പോഴത്തേനേ ഭയങ്കര ഒരു ഇഷ്ടം തോന്നി. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കണ്ണിമാങ്ങ അച്ചാറൊക്കെ. എനിക്ക് അച്ചാറുകളെ പൊതുവെ ഇഷ്ടമാണെങ്കിലും ഓവറായിട്ട് കഴിക്കാറില്ല. മിതമായിട്ട് ചെറുതായിട്ടൊക്കെ അച്ചാർ കൂട്ടാറുണ്ട്. അപ്പോൾ കണ്ണിമാങ്ങ അച്ചാറൊക്കെ കഴിച്ചതിന് ശേഷം നമ്മുടെ ഇന്നത്തെ ലഞ്ച് റെഡിയായി. ഇതെന്ന് പറയുന്നത് ഞാൻ കാണിച്ചല്ലോ, അടിപൊളിയായിട്ട് ലഞ്ചിന് വേണ്ടിയിട്ട് നല്ല ചൂട് ചോറ് എന്നത്തേനേക്കാളും കൂടുതൽ ഒരല്പം അളവ് കൂടിയിട്ടുണ്ട്. അത് അമ്മച്ചി വിളമ്പിയത് കൊണ്ട് ഒരല്പം അളവ് കൂടുതലാണ്. അപ്പോൾ ചൂട് ചോറ്, പിന്നെ കണ്ണിമാങ്ങ അച്ചാർ, 2 കണ്ണിമാങ്ങ അച്ചാർ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളി മുരിങ്ങയില തോരൻ, പിന്നെ അതിൻ്റെ കൂടെ ചക്കക്കുരു. ഇത് ശരിക്കും പറഞ്ഞാൽ ചക്ക സീസണും കാര്യങ്ങളൊന്നും അല്ല. നമുക്ക് വേണ്ടിയിട്ട് കുറേ മന്ത്സ് മുന്നേ കവറിലാക്കി സ്റ്റോർ ചെയ്ത് വെച്ചതാണ് ചക്കക്കുരു. അപ്പം ഞങ്ങൾ വന്നപ്പോഴത്തേനും അതെല്ലാം റെഡിയാക്കി തന്നതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളി ചിക്കൻ ഫ്രൈ. പിന്നെ ഞാൻ തലേ ദിവസം പറഞ്ഞായിരുന്നു മുരിങ്ങക്കോൽ ചക്കക്കുരു തേങ്ങ അരച്ച കറി കൂട്ടാൻ തോന്നുന്നെന്ന്. അതുകൊണ്ട് തന്നെ രാവിലെ എഴുന്നേറ്റപ്പോഴത്തേനും അതും റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ലഞ്ച് എന്ന് പറയുന്നത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡിഷസ് മാത്രം ഉൾക്കൊണ്ടിച്ചുകൊണ്ടുള്ള ഒരു അടിപൊളി ലഞ്ചാണ്. സൂപ്പർ ടേസ്റ്റി ഡിലീഷ്യസ് ലഞ്ച്. അപ്പോൾ എൻ്റെ കാര്യങ്ങളും ഒന്നും കൂടെ ഞാൻ ഒന്ന് കാണിക്കുന്നതാണ്. ഇതെന്ന് പറയുന്നത് ചക്കക്കുരുവും അതുപോലെ തന്നെ പച്ചമാങ്ങായും തക്കാളിയും എല്ലാം മുരിങ്ങക്കോലും ഒക്കെ ഇട്ട് വെച്ചിട്ടുള്ള അടിപൊളി തേങ്ങ അരച്ച കറി. പിന്നെ നമ്മുടെ ഇത് ചക്കക്കുരുവ്,
പിന്നെ ചിക്കൻ ഫ്രൈ, നമ്മുടെ കണ്ണിമാങ്ങ അച്ചാർ. ഇനിയും കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് ചമ്മന്തിപ്പൊടി അതുപോലെ തന്നെ പപ്പടം പൊരിച്ചത് ഐറ്റംസൊക്കെ ഇനിയും ഉണ്ടായിരുന്നു. പക്ഷേ വേണ്ട, എനിക്ക് ഓവർ കറികളും കാര്യങ്ങളും വേണ്ടാത്തത് കൊണ്ട് ഞാൻ ഇത്രയും വെച്ചിട്ട് സുഭിക്ഷമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് എൻജോയ് ചെയ്ത് നമ്മൾ ചോറ് കഴിച്ചു. അപ്പോൾ ഇതാ കറികളെല്ലാം പ്ലേറ്റിലേക്ക് വിളമ്പി ജസ്റ്റ് കഴിക്കുന്ന ഷോട്ടും കൂടെ ഇതിൽ ഉൾപ്പെടുത്തിയായിരുന്നു. വളരെ ടേസ്റ്റായിട്ട് എനിക്ക് കൂടുതലും ഞാൻ അമ്മച്ചിയോട് പ്രത്യേകം പറഞ്ഞു, എനിക്ക് വേണ്ടി ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് ഈ വക ഐറ്റംസ് ഒന്നും ആക്കരുത്. ഞാനുള്ള എല്ലാ ദിവസവും എനിക്ക് വല്ല കാച്ചിലോ ചേനയോ ചേമ്പോ കൂർക്ക അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ, നമ്മുടെ വാഴക്കൂമ്പ് തോരൻ, മുരിങ്ങയില തോരൻ, അങ്ങനെയുള്ള എന്താ പറയുക നാടനായിട്ടുള്ള ഐറ്റംസ് മാത്രമേ അമ്മച്ചി എനിക്ക് വേണ്ടി ആക്കാവുള്ളൂ എന്ന് ഞാൻ അമ്മച്ചിയോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇനി കുറച്ച് ദിവസം ബിരിയാണി, നെയ്ച്ചോറ്, ഫ്രൈഡ് റൈസ് ആ വക മോഡേൺ ഐറ്റംസ് ഒന്നും നിങ്ങൾക്ക് കാണാൻ പറ്റില്ല. കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് അമ്മച്ചിയുടെ സ്പെഷ്യലായിട്ടുള്ള ഇതുപോലെയുള്ള നമ്മുടെ നാടൻ ഐറ്റംസ് കൂട്ടിയിട്ടാണ് ഞാനിനി ഓരോ ദിവസവും ഫുഡ് കഴിക്കാനായിട്ട് എനിക്ക് ആഗ്രഹം. അപ്പോൾ അതാ വളരെ ടേസ്റ്റി ആയിട്ട് ഒരു രക്ഷയില്ലായിരുന്നു കേട്ടോ. ഞാനൊന്നും ഇങ്ങനെ വെച്ചാൽ ശരിയാവത്തില്ല. ഈ മുരിങ്ങക്കോൽ, ചക്കക്കുരു, അല്ലെങ്കിൽ നമുക്ക് ചക്കക്കുരു ഒന്നും ഇല്ല അവിടെ. അപ്പോൾ അതുകൊണ്ട് തന്നെ കൂടുതലും ചക്കക്കുരു ഒക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള അടിപൊളി ഐറ്റംസ് ആയിരുന്നു ഇന്ന് ലഞ്ചിന്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ സാധാരണ ദുബായിൽ ഒരു നേരമാണ് പാൽച്ചായ കുടിക്കുന്നത്. ഇവിടെ പിന്നെ അമ്മച്ചി 2 നേരവും പാൽച്ചായയൊക്കെ വെച്ച് റെഡിയാക്കി വെക്കും. അതുകൊണ്ട് തന്നെ ഞാൻ കുറച്ച് ദിവസത്തേനല്ലേ കുടിച്ചേക്കാമെന്ന് വിചാരിച്ചു. എന്നുവെച്ചാൽ ഇവിടെയെന്ന് പറഞ്ഞാൽ ഈവനിങ് അടിപൊളി ടീ സ്നാക്കുണ്ട്, സൂപ്പർ സ്നാക്സ് ഉണ്ട്. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ നമുക്ക് ചൂട് പാൽച്ചായ കുടിക്കുമ്പോൾ ഒരു പ്രത്യേക സുഖം, കടിഞ്ചായനേക്കായാലും. അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ട് സൂപ്പർ ബീഫ് കട്ട്ലേറ്റ്, പിന്നെ അതുപോലെ തന്നെ ഇതാ ചക്ക ഇടന്നയില, അപ്പം ഇടനേലയപ്പം, ചക്കയപ്പം എന്നൊക്കെ പറയും. അപ്പോൾ ചായക്ക് വേണ്ടിയിട്ട് ഞാനിത് എല്ലാവർക്കും ടൊമാറ്റോ കെച്ചപ്പ് എല്ലാവർക്കും കൂടെ ഒഴിച്ചതാണ്, അതുകൊണ്ടാണ് കുറച്ച് കൂടുതൽ. അപ്പോൾ അതാണ് അടിപൊളിയായിട്ട് ബീഫ് കട്ട്ലേറ്റും, നല്ല മുരിഞ്ഞ് നല്ല ക്രിസ്പി ടേസ്റ്റി ആയിട്ടുള്ള ബീഫ് കട്ട്ലേറ്റും കുറച്ച് ടൊമാറ്റോ കെച്ചപ്പിനേക്കാളും എൻ്റെ ഫേവറേറ്റ് എന്ന് പറയുന്നത് വിനേഗറിലിട്ടുള്ള സവാളയാണ്. അപ്പോൾ നല്ല ഉപ്പും വിനേഗിരിയും ഇട്ട് സവാള നന്നായിട്ട് കൈകൊണ്ട് നന്നായിട്ട് റെഡിയാക്കി എടുത്തതാണ്. പച്ചമുളക് അമ്മച്ചി കീറി ഇട്ടില്ല, കാര്യം വെച്ചാൽ എനിക്കും സാറാക്കൊക്കെ വേണ്ടിയല്ലേ, വേറെ സ്പെഷ്യലായിട്ട് പ്രത്യേകിച്ച് ആർക്കും വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് നമ്മളിതിൽ നിന്ന് പച്ചമുളക് ഇട്ടിട്ടില്ല. അപ്പോൾ ഇതൊക്കെ കൂട്ടി നമ്മുടെ ഈവനിങ് കട്ട്ലേറ്റും സവോള അരിഞ്ഞതും ടൊമാറ്റോ കെച്ചപ്പും ഒക്കെ കൂട്ടി അടിപൊളിയായിട്ട് കട്ട്ലേറ്റ് കഴിച്ചു, ചായ കുടിച്ചു. അതിന് ശേഷം ചായ കുടിച്ചപ്പോൾ തന്നെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നത് ചക്കയപ്പം, ഇടനേലയപ്പം. അപ്പം ഇതും അമ്മച്ചി ഒരു പ്രത്യേക രീതിയിൽ പ്രിസർവ് ചെയ്യാനായിട്ട്, അതായത് സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്ന ഒരു രീതി, ചക്ക ഉണ്ടായിരുന്ന സമയത്ത് ചക്കപ്പഴം ഒരു പ്രത്യേക രീതിയിൽ സ്റ്റോർ ചെയ്ത് വെക്കുന്നതാണ്. ഇതിൻ്റെ പ്രോസസ്സിങ്ങും കാര്യങ്ങളൊന്നും എനിക്കറിയത്തില്ല. ഞാൻ ഒരുപാട് ഇതുപോലെയുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ എത്തിയിട്ടില്ല. ഞാൻ ഇതൊക്കെ കുക്ക് ചെയ്യുമെങ്കിലും എൻ്റെ അമ്മച്ചിയുടെ മുമ്പിൽ ഞാൻ ഒരു 1% പോലും ഉണ്ടോയെന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. കാരണം ഞാനിങ്ങനെ തട്ടിക്കൂട്ടി ഐറ്റംസൊക്കെ വെച്ചിട്ട് കുക്ക് ചെയ്ത് വീഡിയോ എടുത്ത് വരുന്ന ആളാണ്. പക്ഷേ അമ്മച്ചിയുടെ ഓരോ റെസിപ്പീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്നും കുക്കിങ്ങേ അറിയാത്ത കാറ്റഗറിയിൽ പെടും. അതുപോലെയുള്ള ഒരു ഭയങ്കരമായിട്ടുള്ളൊരു കുക്കാണ് എൻ്റെ മദറെന്ന് പറയുന്നത്. അപ്പോൾ രാവിലെ അതിനെ മേശപ്പുറം എല്ലാ നേരവും വിഭവസമൃദ്ധമായിട്ട് മേശപ്പുറം നിറഞ്ഞിട്ട് നമ്മൾ എക്സ്പെക്റ്റ് പോലും ചെയ്യാത്ത ഐറ്റംസ് ആയിരിക്കും അമ്മച്ചി നമുക്ക് വേണ്ടിയിട്ട് റെഡിയാക്കി കരുതി വെക്കുന്നത്. അപ്പോൾ എല്ലാ അമ്മമാരും ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. പക്ഷേ എനിക്കറിയത്തില്ല, എൻ്റെ വീട്ടിൽ ഞാൻ മനസ്സിൽ പോലും പ്രതീക്ഷിച്ചിട്ടില്ലാത്ത ഐറ്റംസ് ആയിരിക്കും മേശപ്പുറത്ത് ഉണ്ടായിരിക്കുക. വളരെ സർപ്രൈസാണ് അമ്മച്ചിയുടെ ഓരോ നേരത്തെ ഡിഷസും. എനിക്ക് വളരെ സർപ്രൈസിങ് ആണ്. കട്ട്ലേറ്റ് ആ സമയമാകുമ്പോഴത്തേനും വന്നതാണ് ഞാൻ കണ്ടത്. അങ്ങനെ ഓരോന്ന്. അപ്പോൾ അതിന് ശേഷം ഞാൻ ഒരു പഴം കഴിച്ചു. അതിനുശേഷം പിന്നീട് നമ്മുടെ നേരത്തെ കഴിച്ച ഇടനേലയപ്പം ബാക്കിയുണ്ടായിരുന്നത് ഞാൻ ഒരെണ്ണം കൂടെ വെറുതെ കഴിച്ചതാണ്, സമയത്ത് ചുമ്മാ കഴിച്ചതാണ്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ട് അടിപൊളി നല്ല ഫ്ലേവറായിരുന്നു കേട്ടോ. ഈ ഇടനേലയപ്പത്തിന് ആ ഇലയുടെ ആ ഒരു പ്രത്യേക ഫ്ലേവറും അതുപോലെ തന്നെ പഴുത്ത ചക്കയുടെ ഒരു പ്രത്യേക ഫ്ലേവറും അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മുടെ ഇന്നത്തെ ലാസ്റ്റ് മെയിൻ കോഴ്സ് എന്ന് പറയുന്നത് ഡിന്നർ. അപ്പോൾ രാവിലത്തെ പത്തിരിയായിരുന്നു. അപ്പോൾ അമ്മച്ചി പ്രത്യേകിച്ച് ദോശ ഇഡ്ഡലിയൊക്കെ ആക്കാൻ പോയി. പിന്നെ ഫ്രഷ് വേറെ പത്തിരിയൊക്കെ ആക്കാൻ പോയി. ഞാൻ പറഞ്ഞു വേണ്ട, നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന് ഇരുന്നതിൻ്റെ മിച്ചം ഞാനത് തീർക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ
ഡിന്നറിനാകുമ്പോൾ നമ്മൾ ഒരുപാട് കഴിക്കത്തില്ലല്ലോ, ഒരു 2-3 എണ്ണം മതിയല്ലോ. അപ്പോൾ രാവിലത്തെ ഒരു 3-4 പത്തിരി ഇരുന്നു. ആ പത്തിരി നൈസ് പത്തിരി എടുത്തു. അതിലേക്ക് കുറച്ച് ചിക്കൻ കറി ഒഴിച്ചു. ചിക്കൻ കറി ഒഴിച്ചതിന് ശേഷം പിന്നെ ഉച്ചയ്ക്കത്തെ ചിക്കൻ ഫ്രൈ ഉണ്ടായിരുന്നു, അതും 2 എണ്ണം വിളമ്പി. അതിന് ശേഷം നമ്മുടെ കട്ട്ലേറ്റിന് വേണ്ടി നമ്മളാക്കിയ കുറച്ച് സവോള അരിഞ്ഞതുണ്ടായിരുന്നു, അതെല്ലാം കൂടെ ചേർത്ത് സുഭിക്ഷമായിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് സുഭിക്ഷമായിട്ട് നമ്മുടെ ഡിന്നർ കഴിച്ചു. ഡിന്നർ എന്ന് പറയുന്നത് ഞാൻ അടുക്കളയിൽ വെച്ച് അല്ലെങ്കിൽ ഡൈനിങ് ടേബിളിൽ വെച്ച് കഴിക്കാൻ പോയതാണ്. അപ്പോൾ സാറായും സൈറായും ഫാദറും അതായത് അത്തച്ചി അമ്മച്ചി എല്ലാവരും കൂടെ കട്ടിലിൽ കയറി എല്ലാവരും കൂടെ ചിരി കളിയും വർത്താനും ഒക്കെ. ഞാൻ പിന്നെ ബെഡ്റൂമിലേക്ക് പോയതിന് ശേഷം നിലത്തിരുന്നാണ് പത്തിരിയും കറിയും ഒക്കെ കഴിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വാട്ട് ഐ എയ്റ്റ് ഇൻ എ ഡേ എന്ന് പറയുന്നത്. ഇന്നത്തെ എല്ലാ ഫുഡും എനിക്ക് വളരെ സ്പെഷ്യലായിരുന്നു. ഞാൻ കിച്ചണിൽ കയറി ഒരു സാധനം ഉണ്ടാക്കിയിട്ടില്ല, കംപ്ലീറ്റ് ആയിട്ട് എൻ്റെ മോംസിൻ്റെ സ്പെഷ്യൽ ഡിഷസാണ്. വളരെ ടേസ്റ്റിയാണ്, അടിപൊളിയായിട്ട് വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എൻ്റെ കുക്കിംഗ് എന്നൊക്കെ പറഞ്ഞാൽ ഇതിൻ്റെ 1% പോലും വരത്തില്ല എന്നുള്ള കാര്യം എനിക്ക് 100% ഉറപ്പാണ്. എന്താണേലും എൻ്റെ വ്യൂവേഴ്സിന് കുറച്ച് നല്ല നല്ല ഡിഷസ്, എൻ്റെ അമ്മച്ചിയുടെ കുറച്ച് ഡിഷസൊക്കെ നിങ്ങളുടെ മുന്നിൽ എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റി. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത്. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ ഞാൻ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നർ എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് ഞാൻ കിച്ചണിൽ പോയി. അപ്പോൾ അമ്മച്ചി ഉപ്പിലിട്ട് വെച്ചിരിക്കുന്ന നെല്ലിക്ക ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്ന് നല്ല എരിവൊക്കെ പിടിച്ച് നല്ല കിരികിരാന്നുള്ള നല്ല ക്രിസ്പി ആയിട്ട്, ഓവറായിട്ട് അലുത്തൊന്നും പോയിട്ടില്ല, നമ്മൾ കഴിക്കുമ്പോൾ ഒരു ക്രഞ്ചി ആയിട്ടുള്ള പരുവം, അങ്ങനെ മുളകൊക്കെ പിടിച്ച് അടിപൊളിയായിരുന്നു. നല്ല ഉപ്പും പിടിച്ചിട്ടുണ്ട്, മുളകും പിടിച്ചിട്ടുണ്ട്. അപ്പോൾ അടിപൊളിയായിട്ടുള്ള നല്ല ക്രിസ്പി ആയിട്ടുള്ള നല്ല നാടൻ നെല്ലിക്ക. അപ്പോൾ ഏറ്റവും ലാസ്റ്റ് നമ്മൾ നെല്ലിക്കയും കഴിച്ച് ഇന്നത്തെ കലാപരിപാടി അവസാനിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയായിരുന്നു നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.